ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റണ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ ഈ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ തന്നെ കുറച്ച് കസ്കസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 30 ചെറിയുള്ളി നടുകീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത്. ഈ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു 30-35 എണ്ണം ഞാൻ തൊലി കളഞ്ഞ് നടുകീറി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള, ചെറിയ സവാള അത് നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. സവാളയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ കളർ ആയിട്ടില്ല. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിവിടെ ഒരു 600 ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ബീഫ് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 അല്ലെങ്കിൽ 6 വിസിൽ വരെ അടിക്കാം. ഞാനിവിടെ ഒരു 5 വിസിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടിയും ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിത് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവിയിലാണ് ബീഫ് കറി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണിത്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.